ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്നു നാം ധ്യാന വിഷയമാക്കുക വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്കുകളാണ്. ഒരു നിയമജ്ഞന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന യേശു, അതിനെ സാധൂകരിച്ചുകൊണ്ട് മറുപടി പറയുന്ന നിയമജ്ഞൻ, തുടർന്ന് അതിനെ പ്രശംസിക്കുന്ന യേശു. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഇതിവൃത്തം. യേശുവിന് വേണമെങ്കിൽ പക്ഷാപാതം കാണിച്ച് ആ നിയമജ്ഞനെ പരിഹസിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. എന്നിട്ടും അയാളുടെ ശരിയായ പ്രവൃത്തിയെ കണ്ട് പ്രശംസിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം ഇന്ന് കണ്ടുമുട്ടുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലും സമാനമായ അനുഭവങ്ങളുണ്ടായേക്കാം. നമ്മളെ കളിയാക്കുന്നവരും നമ്മളെ പരിഹസിക്കുന്നവരുമെല്ലാം ചില സമയത്ത് ശരിയായ ചിന്തകളും പ്രവൃത്തികളുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ അതിനെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുവാനും പ്രശംസിക്കുവാനും നമുക്ക് കഴിയാറുണ്ടോ? അതോ പക്ഷാപാതം കാണിച്ച് നന്മ പ്രവൃത്തികളെ തിന്മകളായും തിന്മകളെ നന്മകളായും നാം വളച്ചുകെട്ടുകയാണ് ചെയ്യുന്നത്? സമൂഹം കാണിച്ചു തരുന്ന ചില തെറ്റായ മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ടു പോകാതെ ക്രിസ്തു എന്താണോ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അതിലൂടെ നടക്കുവാനായി നമുക്ക് ശ്രമിക്കാം. അതിന് ഒരൽപ്പം ചങ്കൂറ്റവും നന്മയും നമ്മുടെ ഹൃദയത്തിൽ ചേർന്നിരിക്കണമെന്ന് മാത്രം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. തെറ്റിനെ തെറ്റെന്ന് പറയുവാനും ശരിയെ ശരിയെന്ന് പറയുവാനും പക്ഷാഭേദം കൂടാതെ സമൂഹത്തിനു മുൻപിൽ വിളിച്ചു പറയുവാനും അംഗീകരിക്കുവാനുമുള്ള ഒരു മനോഭാവത്തിനായി നമുക്ക് ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യാം. അപ്പോൾ ക്രിസ്ത്യാനി എന്ന പദത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് മുൻപിൽ കാണിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും പക്ഷാഭേദം കൂടാതെ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.